ഹൃദയ ആരോഗ്യത്തെക്കുറിച്ച് ഒരു നല്ല കാര്യവും ഒരു മോശം കാര്യവും പറയാം. മോശം കാര്യം എന്താണെന്നാൽ ഇന്ന് ലോകത്ത് നടക്കുന്ന മരണങ്ങളിൽ നല്ലൊരു ശതമാനവും ഹൃദയത്തിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നല്ല കാര്യം എന്താണെന്നാൽ ഈ പറയുന്ന പല പ്രശ്നങ്ങളും നമ്മൾക്ക് തടയാൻ പറ്റുന്നവയാണ്. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം അഥവാ ഫങ്ഷൻ എന്ന് പറയുന്നത്? ഹൃദയം ഒരു പമ്പിംഗ് മെഷീനാണ്, ഒരു ഓട്ടോമാറ്റിക് പമ്പിംഗ് മെഷീൻ എന്ന് പറയാം. നമ്മുടെ ശരീരത്തിലുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡുകളും മറ്റു വിവിധങ്ങളായ ന്യൂട്രീഷൻസും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്ത് എത്തിക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൃദയത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വിവിധങ്ങളായ രക്തധമനികൾ ഹൃദയത്തോട് ഘടിപ്പിച്ചിരിക്കുന്നത് പോലെ അതിനകത്തു നിന്നാണ് ഇത്തരത്തിൽ രക്തം വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്ത് എത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ എവിടെയാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളത്? നമുക്കറിയാം, ഒരു പമ്പിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്ന നമ്മുടെ വീട്ടിലൊക്കെ മോട്ടറൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ മോട്ടറിൽ നിന്ന് താഴോട്ട് വെള്ളം വരുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? വെള്ളം താഴോട്ട് പോവാതിരിക്കുകയും അവിടെ ബ്ലോക്കേജ് ഉണ്ടാവുകയും മറ്റ് പല പ്രശ്നങ്ങൾക്കും ആ പമ്പിന് വരെ കേടുവരാനോ രക്തം അല്ലെങ്കിൽ വെള്ളം ബാക്കിയുള്ള വീട്ടിലെ പല ഭാഗങ്ങളിലേക്ക് എത്താതിരിക്കും. ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള പമ്പാണെങ്കിൽ സംഭവിക്കുന്നത് അതുപോലെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും ഈ രക്തം ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പറയുന്ന ആർട്ടീരിയോസ്ക്ലീറോസിസ് എന്നാണ്. ഈ ആർട്ടീരിയോസ്ക്ലീറോസിസിന്റെ സമയത്ത് ബ്ലഡിൽ പ്ലാക്സ് പോലുള്ള ചില ബ്ലോക്കുകൾ ഉണ്ടാവുന്നു. കൊഴുപ്പടിയുകയോ മറ്റു അനുബന്ധ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ഈ ഒരു ബ്ലോക്ക് ഉണ്ടാവുന്ന സമയത്താണ് ഒട്ടുമിക്ക സമയത്തും ഈ ഹൃദയത്തിന്റെ പ്രവർത്തനം താളം തെറ്റുന്നതാണ്. എങ്ങനെയാണ് ഈ ആർട്ടീരിയോസ്ക്ലീറോസിസ് നമ്മുടെ ശരീരത്തിൽ ആ രക്തധമനികൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ? അത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ അഥവാ അമിത രക്തസമ്മർദ്ദമാണ്. അമിത രക്തസമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് അത് ആ രക്തക്കുഴലുകളുടെ സ്ഥലത്ത് കൂടുതൽ മർദ്ദം പ്രയോഗിക്കുകയും അവിടെയുള്ള ആ രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള കേടുപാടുകൾ പ്ലാക്സ് ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഈ സൈലന്റ് കില്ലർ എന്നറിയപ്പെടുന്ന ഹൈപ്പർ ടെൻഷൻ നമ്മൾ ഒരു 30 വയസ്സ്, ഒരു 20 വയസ്സിന് മുകളിലുള്ള ആളുകൾ തന്നെ അവരുടെ രക്തസമ്മർദ്ദം പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ അതിനകത്തുള്ള മരുന്നുകൾ സ്വീകരിക്കുകയും ജീവിതശൈലികൾ മോഡിഫൈ ചെയ്യുകയും ചെയ്യാം. ഒന്നാമത്തെ കാരണം ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഹൈ കൊളസ്ട്രോൾ ആണ്. നമ്മുടെ ശരീരത്തിൽ ഈ കൊളസ്ട്രോൾ പലരും ചെക്ക് ചെയ്യുന്നത് ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമേ പല ആളുകളും ചെക്ക് ചെയ്യാറുള്ളൂ. അത് പോരാ. അതിന് പകരമായിട്ട് ലിപ്പിഡ് പ്രൊഫൈൽ, നല്ല കൊളസ്ട്രോൾ, HDL എന്ന് പറയുന്ന നല്ല കൊളസ്ട്രോൾ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്ന LDL, ട്രൈഗ്ലിസറൈഡ്, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ട്രൈഗ്ലിസറൈഡ് എന്നിവ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ ഇതിന്റെ അളവ് ശരീരത്തിൽ പരിശോധിച്ച് അത് കൃത്യമായ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ പ്ലാക്സ്, കൊളസ്ട്രോൾ മൂലമുള്ള പ്ലാക്സ് ഫോം ചെയ്യാനുള്ള സാധ്യത നമുക്കവിടെ തള്ളിക്കളയാൻ വേണ്ടി സാധിക്കും. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഷുഗറാണ്. പ്രമേഹം, ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഷുഗറും ഇതേപോലെ തന്നെ നമ്മുടെ രക്തക്കുഴലുകൾ വന്ന് അടിയുകയും അത് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഷുഗർ കൺട്രോൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ ജീവിതശൈലികൾ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിന് സേഫ് ആക്കാൻ വേണ്ടി സാധിക്കും. നാലാമത്തെ കാരണം എന്ന് പറയുന്നത് സ്മോക്കിംഗ് അല്ലെങ്കിൽ ടൊബാക്കോ യൂസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്മോക്കിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ ദോഷമാണ്. അത് നമ്മുടെ രക്തത്തിൽ അടിഞ്ഞു ചേരുകയും അത് വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അഞ്ചാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഒബീസിറ്റി അഥവാ പൊണ്ണത്തടിയാണ്. ഒബീസിറ്റി ഉള്ള ആളുകൾ പലപ്പോഴും അവരുടെ ശരീരത്തിലെ കൊഴുപ്പ് ധാരാളമായിട്ട് അടിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ആ ഒബീസിറ്റിക്ക് വേണ്ടിയുള്ള ചികിത്സ എടുക്കുകയോ വ്യായാമം ചെയ്യുകയോ മറ്റു കാര്യങ്ങൾ, ഭക്ഷണം നിയന്ത്രിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവരുടെ ഒബീസിറ്റിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് ഹൃദയാരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി സാധിക്കും. അടുത്ത ഒരു കാരണം എന്ന് പറയുന്നത് ഫിസിക്കൽ ഇനാക്ടിവിറ്റിയാണ്. യാതൊരു തരത്തിൽപ്പെട്ട എക്സസൈസും ചെയ്യാതെ ടോട്ടൽ ഫിസിക്കൽ ഇനാക്ടിവിറ്റി,
രാവിലെ എഴുന്നേൽക്കുന്നത് നമുക്കറിയാം. ഇപ്പൊ നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ ചില ആളുകൾ ഞാൻ വീട്ടിൽ ജോലി ചെയ്യാറുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. വീട്ടിലെല്ലാം നമുക്കറിയാം ഇപ്പോൾ മിക്സി ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്. എന്തിനേറെ പറയുന്നു, തറ തുടയ്ക്കാൻ വേണ്ടി തന്നെ റോബോട്ട് പോലുള്ള കാര്യങ്ങൾ പോലും ലഭ്യമാണ്. അപ്പോൾ പലപ്പോഴും ഫിസിക്കൽ ഇനാക്ടിവിറ്റി, അപ്പോൾ അതിന് രാവിലെ എഴുന്നേറ്റ് നടക്കുകയോ ഈവനിങ് നടക്കുകയോ എക്സസൈസോ ജിമ്മോ ഒക്കെ ചെയ്യുന്നത് ഫിസിക്കൽ ഇനാക്ടിവിറ്റി ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമുക്ക് അത് ഹൃദയ ആരോഗ്യത്തിലേക്ക് ഒരു പടി നമുക്ക് മുന്നോട്ട് നടക്കാൻ വേണ്ടി സാധിക്കും. അടുത്തത് അൺഹെൽത്തി ഡയറ്റ്. ഞാൻ മറ്റു വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തീർത്തും ഭക്ഷണത്തിന് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ നമ്മൾ ഹോട്ടലുകളിൽ നിന്ന് മാത്രം ഭക്ഷണം ആശ്രയിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രുചി കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങൾ മാത്രം നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് നമ്മുടെ ഹൃദയ ആരോഗ്യത്തിനെ വളരെ മോശകരമായിട്ട് നമ്മൾ ബാധിക്കും. അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. സ്ട്രെസ് കൂടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം സ്ട്രെസ് ഉള്ള ആളുകൾ സ്ട്രെസ് കുറയ്ക്കാനുള്ള മെഡിറ്റേഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കോ അതുപോലെ പോവുക. അടുത്ത ഒരു കാരണമെന്ന് പറയുന്നത് ഉറക്കമില്ലായ്മയാണ്, പുവർ സ്ലീപ്പ്. ഉറക്കത്തിന്റെ പ്രശ്നമുള്ള ആളുകൾ അതിനുള്ള ചികിത്സ തേടണം. അല്ലെങ്കിൽ അതിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് വരുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതെ ഉറക്കത്തിനുള്ള ചികിത്സ തേടുകയോ അല്ലെങ്കിൽ കൃത്യമായ സമയത്ത് ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുകയോ ചെയ്യുക. പലപ്പോഴും നമുക്ക് തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിനിടയ്ക്ക് നമുക്ക് ഉറങ്ങാൻ പോലും സമയം ലഭിക്കാത്ത നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അടുത്ത ഒരു കാരണമെന്ന് പറയുന്നത് ആൽക്കഹോളാണ്. അമിതമായ ആൽക്കഹോളിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിനെ ബാധിക്കുന്ന ഒന്നാണ്. ഇവയെല്ലാം ഞാൻ ഇത്രയും നേരം സംസാരിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്ന കുറെ കാരണങ്ങളാണ്. ഹൃദയാരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിയന്ത്രിക്കാൻ കഴിയുന്ന കുറച്ച് കാരണങ്ങളാണ്. ഇനി നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് കൂടി ഞാൻ പറയാം. അതായത് വയസ്സ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ എന്തായാലും ഓരോ ദിവസവും നമ്മൾ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഹൃദയത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്ന പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ ഹൃദയാരോഗ്യത്തിന് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത. അപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവരുടെ മെൻസ്ട്രേറ്റിംഗ് ലൈഫ് അല്ലെങ്കിൽ അവരുടെ റിപ്രൊഡക്റ്റീവ് ലൈഫിൽ, അതായത് മെൻസസ് ഉള്ള കാലയളവിൽ അവരുടെ ഹോർമോൺസ് ഹാർട്ട് പ്രൊട്ടക്റ്റിംഗ് ആയതുകൊണ്ട് ഹൃദയത്തിന് കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ ഒരു സമയത്ത് ഹൃദയത്തിന് ഇഷ്യൂസ് വരാനുള്ള സാധ്യത കുറവാണ് എന്ന് കരുതി സ്ത്രീകൾക്കും സാധാരണ വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫാമിലി ഹിസ്റ്ററിയാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഒരു ഹൃദയത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികളിലേക്കും അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്കുണ്ടെങ്കിലും നമുക്ക് ഇത്തരത്തിൽ ഹൃദയ പ്രശ്നങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഹൃദയ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന ചില പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റാളുകളിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി.